സാധാരണക്കാരായ വയോജനങ്ങളുടെ ചുമലിൽ അമിതഭാരമായി റെയിൽവേയുടെ പകൽക്കൊള്ള തുടരുന്നു. കോവിഡ് നിയന്ത്രണം എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് യാത്രാ ഇളവ് പിൻവലിച്ച നടപടി ഇപ്പോഴും തുടരുകയാണ്. ഇതിലൂടെ വർഷങ്ങൾ കൊണ്ട് റെയിൽവേ അധികമായി നേടിയത് ഏകദേശം 6000 കോടി രൂപയാണ്. ஐயா மதுரைக்கு 2 டிக்கெட் கொடுக்குறீங்களா? என்னங்க பெரியவரே இவ்வளவுதான் இருக்கு, மீதி பணம் யார் தருவா? என்னையா சொல்றீங்க? சீனியர் சிட்டிசனுக்கு அவ்வளவுதானா? அதெல்லாம் அந்த காலம். சீனியர் சிட்டிசன் ஸ்கீம் கேன்சல் பண்ணி ரொம்ப நாள் ஆச்சு. இனி என்னெல்லாம் பண்ண காத்திருக்காங்களோ. ஐயா பெரியவரே കവലപ്പെടാதீங்க, ജൂൺ 4 അപ്പുറം திரும்ப വാങ്ങ. കോവിഡ്-19 തുടർന്ന് 2020 രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റെയിൽവേ നിരക്കുകളിലെ ഇളവ് പിൻവലിച്ചത്. ഈ തീരുമാനം വഴി ഉണ്ടായ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ കണ്ട വീഡിയോ ദൃശ്യം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ ഈ സ്ഥിതി മാറുമെന്ന് പറയുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ നിരക്കിലെ ഇളവുകൾ പിൻവലിച്ചതുവഴി കഴിഞ്ഞ 4 വർഷം കൊണ്ട് റെയിൽവേ നേടിയത് 5800 കോടി രൂപയെന്നാണ് കണക്കുകൾ. കോവിഡിന് മുമ്പ് ടിക്കറ്റ് നിരക്കിൽ 60 വയസ്സും അതിൽ കൂടുതലുള്ള പുരുഷന്മാർക്ക് 40%, 58 വയസ്സും അതിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് 50% ഇളവിന് അർഹതയുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് യാത്രകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇളവുകൾ പിൻവലിക്കുന്നതിന് റെയിൽവേ പറഞ്ഞ ന്യായീകരണം. കോവിഡ് ലോക്ക്ഡൌൺ പിൻവലിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇളവുകൾ പുനഃസ്ഥാപിക്കാൻ റെയിൽവേയോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല. ഇതുവഴി മുഴുവൻ തുകയും നൽകിയാണ് രാജ്യത്തെ മുതിർന്ന പൗരന്മാർ യാത്ര ചെയ്യുന്നത്. മുതിർന്ന വിഭാഗങ്ങളുടെ യാത്രാ ഇളവുകൾ നിഷേധിച്ചതുവഴി റെയിൽവേ അധികമായി 5875 കോടി രൂപ നേടിയെന്നാണ് കണക്കുകൾ പറയുന്നത്. യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല. മുഴുവൻ ട്രെയിൻ യാത്രക്കാർക്കും യാത്രാ നിരക്കിൽ 55% ഇളവ് ഇപ്പോൾ തന്നെ നൽകുന്നുണ്ടെന്ന് പിന്നീട് മന്ത്രി ന്യായീകരിച്ചു. ടിക്കറ്റ് നിരക്കായി 100 രൂപ ഈടാക്കേണ്ട സ്ഥാനത്ത് 55% ഇളവ് നൽകി 45 രൂപയാണ് നിലവിൽ ഈടാക്കുന്നതെന്നായിരുന്നു മന്ത്രിയുടെ വിചിത്രമായ വാദം. PJ അരുൺ, ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.